സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇല്ലുസ്ട്രേഷൻ നമ്പർ 11 ആണ്. ഈ ഇല്ലുസ്ട്രേഷൻ നമ്പർ 11 ഞാൻ പറഞ്ഞു സ്റ്റഡി മെറ്റീരിയൽ ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റഡി മെറ്റീരിയലിൽ ഈ ഒരു ഇല്ലുസ്ട്രേഷൻ ഫസ്റ്റ് ക്വസ്റ്റൻ ആണ്. ഈ ക്വസ്റ്റൻ ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. ഈ ക്വസ്റ്റൻ ഒരു വെറൈറ്റി ഉള്ള ഒരു ഡീലിംഗ് ഉണ്ട്, ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റൻ ഒട്ടും ഡയറക്ട്ലി സിമ്പിൾ ആയിട്ട് നമ്മൾ ഹിറ്റ് ചെയ്യത്തില്ല. ഓക്കെ, സോ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിന്റെ പ്രത്യേകത, നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലെ ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ ആയിട്ടാണ് ഈ ഇല്ലുസ്ട്രേഷൻ കൊടുത്തുള്ളത്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇല്ലുസ്ട്രേഷൻ ഫസ്റ്റ് ക്വസ്റ്റൻ ആകുമ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ എടുത്തിട്ട് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയ ഇൻട്രസ്റ്റഡ് ആയിട്ട് നോട്ട്സ് ഒക്കെ വെച്ച് നമ്മൾ സ്റ്റെപ്സ് നമ്പർ 1, സ്റ്റെപ്പ് നമ്പർ 2, സ്റ്റെപ്പ് നമ്പർ 3 ഒക്കെ പഠിച്ചതിന് ശേഷം നേരെ ഇല്ലുസ്ട്രേഷൻ നമ്പർ 1 നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ ഫസ്റ്റ് ക്വസ്റ്റൻ എടുക്കും. ഈ ഫസ്റ്റ് ക്വസ്റ്റൻ എടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ക്വസ്റ്റൻ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ മൊത്തത്തിൽ കോൺഫ്ലിക്റ്റിലേക്ക് വരും. മാത്രമല്ല, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ സ്റ്റഡി മെറ്റീരിയൽ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി എന്ത് ചെയ്യും, ഡിസ്കണക്ട് ആവും. നമുക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല, കണക്ട് ചെയ്യാൻ പറ്റില്ല. ഓർ സം ടൈം നിങ്ങൾക്ക് ഓക്കെ ഇങ്ങനെ ചെയ്തെന്നൊക്കെ ഓക്കെ, പക്ഷെ അതിന്റെ കോൺസെപ്റ്റ്സ് കത്തത്തില്ല. സോ നിങ്ങളൊരു ചാപ്റ്റർ പഠനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ വന്നിട്ട് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഒട്ടും എന്താ പറയുക, നമുക്ക് പഠിക്കാൻ സ്റ്റുഡൻസ് ഫ്രണ്ട്ലി അല്ല. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലൂസ് ചെയ്യും. അവിടെ ആ ഒരു ഇല്ലുസ്ട്രേഷൻ നിങ്ങൾ ഹാപ്പി അല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഇല്ലുസ്ട്രേഷനിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ട് കാരണം നിങ്ങൾ ചിലപ്പോൾ ആ ചാപ്റ്ററിനോടുള്ള ഇൻട്രസ്റ്റിന് ലൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മേ ബി ആ ദിവസത്തെ പഠനത്തിനെ അത് കൊളാപ്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, നിങ്ങൾ അന്ന് പിന്നെ ബുക്ക് എടുത്ത് പഠിക്കുന്ന പരിപാടി ചിലപ്പോൾ നിർത്തും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രേ മാത്രമേ ഉള്ളൂ. ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ എസ്പെഷ്യലി നമ്മൾ ഡിസ്കഷനിൽ കൂടുന്ന നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് ആദ്യം നമ്മളുടെ നോട്ട്സ് ഉപയോഗിക്കാം. നമ്മുടെ നോട്ട്സ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ നോട്ട്സിൽ നമ്മൾ സ്റ്റെപ്സും അതുപോലെ തന്നെ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവും, അതിലൂടെ കടന്നു പോവാം. അതിനുശേഷം നമ്മൾ തരുന്ന പ്രിന്റ് ഔട്ട് ഉണ്ടാവും. സോ എൻ്റെ പ്രിന്റ് ഔട്ടിലെ ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ ആദ്യം ചെയ്യാം. പിന്നെ ഞാൻ സ്റ്റഡി മെറ്റീരിയൽ നോട്ട്ബുക്കിൽ എങ്ങനെയാണോ ഇല്ലുസ്ട്രേഷൻസിന് ഓർഡർ ചെയ്തുള്ളത്, ക്വസ്റ്റൻ നമ്പർ 1, പിന്നെ ക്വസ്റ്റൻ നമ്പർ 2, പിന്നെ ക്വസ്റ്റൻ നമ്പർ 3, 4 ഇല്ലേ, നമ്മൾ ചെയ്യുന്ന അതേ ഓർഡറിൽ ചെയ്യാം. നിങ്ങൾ അതേ ഒരു ഓർഡറിൽ ചെയ്ത് വന്നിട്ടാണ്, അപ്പൊ നമ്മൾ അതിൽ സ്റ്റഡി മെറ്റീരിയൽ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ ഇല്ലുസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ കവറേജ് എന്ത് കിട്ടും, ഒരു ഇഷ്യൂ ഇല്ല. യു വിൽ ബി മോർ ഹാപ്പി, നോ പ്രോബ്ലം. ഇപ്പൊ നമ്മൾ ഇല്ലുസ്ട്രേഷൻ നമ്പർ 1 ചെയ്തിട്ടുണ്ട്, 2 ചെയ്ത്, 3 ചെയ്ത്, 4 ചെയ്ത്, 5 ചെയ്ത്, 6 ചെയ്ത്, 7 ചെയ്ത്, 8 ചെയ്ത്, 9 ഓൾസോ ചെയ്തിട്ടുണ്ട്. 10 നമ്മൾ ചെയ്തില്ല, 11ലേക്കാണ് നമ്മൾ നേരെ വന്നത്. ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സും കാലൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ഇല്ലുസ്ട്രേഷൻ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അബ്സോർബ് ചെയ്യാൻ പറ്റും, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കംഫർട്ടബിൾ ആണല്ലോ. ഒന്നുമില്ല, ഒരു മൈൻഡ് സെറ്റ് സെറ്റിങ്ങിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. മൈൻഡ് സെറ്റ് നമുക്ക് നല്ല കോൺഫിഡൻസ് വേണം, നല്ല ഹാപ്പിനെസ് വേണം, കോൺഫിഡൻസ് വേണം. ഇതൊക്കെ നമുക്ക് കിട്ടണം. നമ്മുടെ സ്റ്റഡീസ് നമുക്ക് എപ്പോഴും ഇതൊക്കെ തരണം. ഞാൻ എപ്പോഴും പറയുന്ന പോയിന്റ് അതാണ്, ഇത് നമുക്ക് കിട്ടണം, നിർബന്ധമായിട്ടും കിട്ടണം. അവിടെ നമ്മുടെ കോൺഫിഡൻസ് കളയുന്ന, നമ്മളുടെ സ്റ്റഡീസിനെ ബ്രേക്ക് ചെയ്യുന്നൊരു സാധനം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതിനെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ, പഠനത്തിന് അറേഞ്ച് ചെയ്യുമ്പോൾ പോലും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട്. ഞാൻ നിങ്ങളെ എന്താ ഡയറക്റ്റ് ചെയ്യുന്ന എല്ലാ ചാപ്റ്റേഴ്സിലും അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് വീഡിയോ എന്ത് ചെയ്യുക, ഈ ക്ലാസ് ത്രൂ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി. ഓക്കെ അല്ലോ, നമുക്ക് നേരെ ഇല്ലുസ്ട്രേഷൻ നമ്പർ 11ലേക്ക് വരാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇല്ലുസ്ട്രേഷൻ നമ്പർ ഭയങ്കര ക്വസ്റ്റൻ ആണെന്നോ ഭയങ്കര സംഭവമാണെന്നോ ഒന്നുമല്ല കേട്ടോ. സിമ്പിൾ ആയിട്ട് ഒരു കുട്ടി അഡ്ജസ്റ്റ്മെന്റ്സ് മാത്രമേ ഉള്ളൂ. ഈ ഡിസ്കഷൻ നിങ്ങൾ നല്ല രൂപത്തിൽ ഹെൽപ്പ് ചെയ്യും. അത് മനസ്സിലാക്കാൻ നമ്മൾ ഏതൊക്കെ ലെവലിലേക്ക് സ്വിച്ച് ചെയ്ത് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ ആ ലെവലിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് ഈ പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. കംഫർട്ടബിൾ? ഫൈൻ. എവ്രിബഡി ഓക്കെ? പ്ലീസ് ടെക്സ്റ്റ് ചെയ്യും. എല്ലാവരും ഓക്കെ ആണല്ലോ? ഗുഡ്. സോ നമുക്ക് നേരെ ക്വസ്റ്റൻ നമ്പർ 11ൽ വരും. ക്വസ്റ്റൻ ആദ്യം വായിക്കണേ. ഓക്കെ. A fire occurred on 15th September 2013. അപ്പോൾ 15th September 2013 ആണ് എന്ത് മക്കളെ, ഡേറ്റ് ഓഫ് ഫയർ. ഓക്കെ ആണല്ലോ മക്കളെ, ഡേറ്റ് ഓഫ് ഫയർ, ഡേറ്റ് ഓഫ് ഫയർ. In the premises of Sen and Company, from the following figures, calculate the amount of claim to be lodged with the insurance company for loss of stock. അതുവരെ പറഞ്ഞു വരുന്നത് 15 സെപ്റ്റംബർ 2013 ഫയർ സംഭവിച്ചു. സെൻ ആൻഡ് കമ്പനിയിൽ ഫയർ സംഭവിച്ചു. കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാണ് എമൗണ്ട് ഓഫ് ക്ലെയിം ടു ബി ലോഡ്ജ് വിത്ത് ഇൻഷുറൻസ് കമ്പനി. ഇറ്റ്സ് എ വെരി സിമ്പിൾ കുട്ടി ക്വസ്റ്റൻ ആണല്ലോ, വായിച്ചു നോക്കാലോ. ഫസ്റ്റ് ഐറ്റം വന്നിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഓൺ 1st January 2013. സോ ദിസ് വിൽ ബി അവർ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക്. പക്ഷേ ഈ ഇൻഫർമേഷൻ തന്നിട്ട് നോക്ക്, ഇവിടെ ഫയർ സംഭവിച്ച ഡേറ്റ് എന്ന് പറഞ്ഞത് 15th September 2013 പക്ഷെ ഇവർ തന്നിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 1st January 2012 ആണ്.
അതുപോലെ സ്റ്റോക്ക് ഓൺ 1st January 2013 തന്നിട്ടുണ്ട്. സോ ഇവിടെ ഒരു കാര്യം ക്ലിയർ ആണ്. കഴിഞ്ഞ കുറച്ച് ഇല്ലുസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ആ ഒരു നോളജ് മാത്രം മതി മനസ്സിലാക്കാനായിട്ട്. ക്വസ്റ്റ്യനിൽ GP റേറ്റ് തന്നിട്ടുണ്ടാവില്ല. ക്വസ്റ്റ്യനിൽ GP റേറ്റ് തന്നിട്ടില്ല എങ്കിൽ ക്വസ്റ്റ്യനിലെ GPR മിസ്സിംഗ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും പറയും മക്കളെ? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. നോർമൽ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷത്തെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ പ്രിപ്പയർ ചെയ്യാൻ ഇൻഫർമേഷൻസ് ആയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻഫർമേഷൻസ് ഒക്കെ വേണം. സോ അത്തരം ഇൻഫർമേഷൻസ് ആണ് ക്വസ്റ്റ്യന് സെർവ് ചെയ്തിട്ടുള്ളത്. സോ ഈ 1st January 2012 ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ള 40,000 ഇത് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടിൽ അല്ല വരിക, GPയുടെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക. സോ ദാറ്റ് ഞാനിവിടെ മാർക്ക് ചെയ്യണേ, നമ്മുടെ മാർക്കിംഗ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യണത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക. അടുത്ത പോയിന്റ് സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് ഓൺ 1st January 2013. സോ ദിസ് ഇസ് ഓൾസോ ട്രേഡിംഗ് അക്കൗണ്ട് തന്നെയാണ് വരിക. ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആസ് വെൽ ആസ് ഇത് നമ്മളുടെ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്തായിട്ടും വരും? ഓപ്പണിംഗ് സ്റ്റോക്ക്. വൈ ഇത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് വരാനുള്ള റീസൺ എന്താ? ലോജിക്കൽ റീസൺ എന്താ? സോ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നെയാണ് ഈ വർഷത്തെ എന്തായിട്ട് വരിക മക്കളെ? ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് വരിക. ഹോപ്പ് യു ക്ലിയർ സാർ? യെസ് സാർ. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടി, ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടി. ദാറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് വിൽ ബി നെക്സ്റ്റ് ഇയർ ഓപ്പണിംഗ് സ്റ്റോക്ക് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടിന് വേണ്ടിയിട്ട്. കംഫർട്ടബിൾ ആണല്ലോ? ഫൈൻ. അടുത്ത പോയിന്റ് പർച്ചേസസ് ഇൻ 2012. ഇത് നമുക്ക് എവിടെ എടുക്കാം? ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കാം. പർച്ചേസസ് ഫ്രം that date to this date is given. This is for memorandum trading account. കംഫർട്ടബിൾ ആണല്ലോ? പിന്നെ നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട് 2012 നമുക്ക് എവിടെ എടുക്കാം? ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് സെയിൽസ് ഫ്രം ദാറ്റ് ഡേ ടു ദിസ് ഡേറ്റ് ഈസ് ഗിവൻ ഹിയർ. സോ ഇത് നമുക്ക് എവിടെ എടുക്കാം പറയും മക്കളെ? മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കാം. സോ ഇൻഫർമേഷൻസ് ഒക്കെ സിമ്പിൾ ആണ്. ആകെ ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസസും സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും മാത്രമേ ഉള്ളൂ. നോ അതർ അഡ്ജസ്റ്റ്മെന്റ്സ്. നമ്മൾ എത്ര അഡ്ജസ്റ്റ്മെന്റ്സ് പഠിച്ചു? കൺസൈൻമെന്റ്, സെയിൽ ഓൺ അപ്രൂവൽ, അതുപോലെ തന്നെ നമ്മൾ പഠിച്ചില്ല പല അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റിൽ വിഡ്രോ ചെയ്യുന്നു, സെയിൽസിൽ വിഡ്രോ ചെയ്യുന്നു അല്ലെ, അതുപോലെ തന്നെ ഫ്രീ സാമ്പിൾ എന്തൊക്കെയാ പഠിച്ചത്? ഇതൊന്നും ഇല്ലടാ. കുട്ടീസ് പോർഷൻ ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, സെയിൽസ്. ദാറ്റ് ഡേ ദിസ് ഡേറ്റ് എവറിഥിങ് ഇസ് ഗിവൻ. ഫൈൻ, പെർഫെക്റ്റ്. ഓക്കെ. ഡ്യൂറിംഗ് ദ കറണ്ട് ഇയർ കോസ്റ്റ് ഓഫ് പർച്ചേസ് ഹാസ് റൈസൺ ബൈ 10%. അതായത് കറണ്ട് ഇയറിലെ കോസ്റ്റ് ഓഫ് പർച്ചേസിന്റെ കോസ്റ്റ് 10% കൂടിയിട്ടുണ്ട് എബോ ദ ലാസ്റ്റ് ഇയർ ലെവൽ. സോ ലാസ്റ്റ് ഇയറിൽ നമ്മൾ എത്ര രൂപക്കാണോ പർച്ചേസ് ചെയ്തത് അതിന്റെ കോസ്റ്റിനോട് കൂടി 10% കൂടിയിട്ടുണ്ട് ഇത്തവണത്തെ പർച്ചേസ് കോസ്റ്റ്. മാത്രമല്ല സെല്ലിംഗ് പ്രൈസസ് ഹാവ് ഗോൺ അപ്പ് ബൈ 5%. സെല്ലിംഗ് പ്രൈസ് എങ്ങനെയുണ്ട്? 5% കൂടിയിട്ടുണ്ട്. പർച്ചേസ് പ്രൈസ് 10% ലാസ്റ്റ് ഇയർ ദിസ് ഇയറിൽ കൂടിയിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് 5% കഴിഞ്ഞ വർഷത്തിന് ഈ വർഷത്തിൽ കൂടിയിട്ടുണ്ട്. കുഴപ്പമില്ല. കഴിഞ്ഞ വർഷം പർച്ചേസിന് ഈ വർഷം പർച്ചേസിലേക്ക് വരുമ്പോൾ പർച്ചേസിന്റെ പ്രൈസ് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സെയിൽസ് ഫിഗറിന് ഈ വർഷം സെയിൽസ് ഫിഗറിലേക്ക് വരുമ്പോൾ സെയിൽസിന്റെ പ്രൈസ് മക്കളെ കൂടിയിട്ടുണ്ട്. സാൽവേജ് വാല്യൂ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 4000 ആണ്. ഇവിടെ നമുക്ക് പോളിസി വാല്യൂ തന്നിട്ടില്ല. കുഴപ്പമൊന്നുമില്ല. പോളിസി വാല്യൂ തന്നിട്ടില്ലെങ്കിൽ എന്തിനാ പേടിക്കേണ്ട ആവശ്യം? ആക്ച്വൽ ലോസ് വിൽ ബി എന്ത് പറയും മക്കളെ? ക്ലെയിം. ഇഷ്യൂ ഒന്നുമില്ല, പ്രോബ്ലം ഒന്നുമില്ല. ഇവിടെ നമുക്ക് GPR തന്നിട്ടുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GP റേറ്റ് നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, GP റേറ്റ് തന്നിട്ടില്ല. പക്ഷെ പ്രോബ്ലം ഇല്ല, നമുക്ക് GPR കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഞാൻ ആദ്യം GPR കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ബിഫോർ ദാറ്റ് ഒരു കാര്യം മനസ്സിലാക്കാം. നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷത്തെ GP റേറ്റ് കണ്ടെത്തി. കഴിഞ്ഞ വർഷത്തെ GP റേറ്റ് കണ്ടെത്തിയാൽ നോർമലി നമ്മൾ എന്താ ചെയ്യുക? ഈ ഒരു ഇല്ലുസ്ട്രേഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് GP റേറ്റ് മിസ്സിംഗ് ആണ്. അപ്പൊ GP റേറ്റ് നമുക്ക് എന്ത് ചെയ്യാം? കഴിഞ്ഞ വർഷത്തെ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ച് കണ്ടെത്തിയാൽ ആ GP റേറ്റ് കൊടുത്തിട്ട് നമ്മുടെ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് സെയിൽസിന്റെ മേലെ ആ GP റേറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GPയും കൂടി കിട്ടും. നേരെ ബാലൻസ് ചെയ്താൽ നമുക്ക് എന്തും കിട്ടും? ക്ലോസിംഗ് സ്റ്റോക്കും കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ചെയ്യുക. ഇത്തവണ GPR കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമുക്ക് GPR കിട്ടും ചെയ്യും, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ ഈ കിട്ടിയ GP റേറ്റ് നമുക്ക് ഡയറക്ട്ലി കൊണ്ടുപോയിട്ട് നമ്മളുടെ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തതിന്റെ മെയിൻ റീസൺ വിൽ ബി കഴിഞ്ഞ വർഷത്തെ കോസ്റ്റ് ഓഫ് പർച്ചേസിന്റെ ലെവലിൽ നിന്നും ഈ വർഷത്തെ കോസ്റ്റ് ഓഫ് പർച്ചേസ് പറയും മക്കളെ 10% കൂടിയിട്ടുണ്ട്. അതേപോലെ കഴിഞ്ഞ വർഷത്തെ സെയിൽസിന്റെ എമൗണ്ടിൽ നിന്നും ഈ വർഷത്തെ സെയിൽസിന്റെ പ്രൈസ് 5% കൂടിയിട്ടുണ്ട്. അപ്പൊ പർച്ചേസ് പ്രൈസ് 10% കൂടിയതുകൊണ്ടും സെയിൽസ് പ്രൈസ് 5% കൂടിയതുകൊണ്ടും കഴിഞ്ഞ വർഷത്തെ അതേപോലെ അല്ല
ഈ വർഷത്തെ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ ബിലീവ് ചെയ്യണത് കഴിഞ്ഞ വർഷത്തെ ജി പി ആർ കൂടുന്ന് ഈ വർഷത്തെ ജി പി ആറിൽ അപ്ലൈ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പാസ്റ്റ് ഇയറിന്റെ ജി പി റേറ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പാസ്റ്റ് ഇയർത്തെ ഒരു ആവറേജ് ജി പി റേറ്റ് ഉപയോഗിച്ചിട്ട് ഈ വർഷത്തെ ജി പി ആർ കൂടുന്ന് അപ്ലൈ ചെയ്യുമ്പോൾ മെമ്മറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ബിലീവ് ചെയ്യുമ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ്. കഴിഞ്ഞ വർഷം 20% കിട്ടിയില്ലേ, അപ്പൊ ഈ വർഷം 20% കിട്ടും. അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ആവറേജ് ജി പി റേറ്റ് 30% കിട്ടിയില്ലേ, അതുകൊണ്ട് ഈ വർഷം 30% കിട്ടും എന്നുള്ള നമ്മുടെ ബിലീഫ്സ് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിൽ എങ്ങനെയാണോ കാര്യങ്ങൾ റൺ ചെയ്തത്, കഴിഞ്ഞ വർഷത്തെ പർച്ചേസ് പ്രൈസ്, കഴിഞ്ഞ വർഷത്തെ സെയിൽ പ്രൈസ്, കഴിഞ്ഞ വർഷം എങ്ങനെയാണോ കാര്യങ്ങൾ റൺ ചെയ്ത് ഏറെക്കുറെ എന്നാൽ മാത്രമല്ല അതേപോലെ തന്നെയാണ് ഈ വർഷവും എന്ത് ചെയ്യുക കാര്യങ്ങൾ റൺ ചെയ്യുക. ആ ഒരു ബിലീഫ്സിലാണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷത്തിലേക്ക് വരുമ്പോൾ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടായിരുന്നു എങ്കിൽ ഒരു കാരണവശാലും കഴിഞ്ഞ വർഷത്തിലെ റേറ്റുകൾ ഒന്നും തന്നെ ഈ വർഷം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ കഴിഞ്ഞ കുറേ ഇല്ലുസ്ട്രേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള പെർസെൻറ്റേജ് എന്തിന്റെ ബിലീഫ്സിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ക്ലിയർ ആണ്, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ് ഈ വർഷത്തെ കാര്യങ്ങൾ. അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ വർഷം സെൽ ചെയ്ത പോലെ തന്നെയാണ് ഈ വർഷം സെയിൽ ചെയ്യാം. ഞാൻ പറഞ്ഞത് സെയിൽസിന്റെ എമൗണ്ടിനെ കുറിച്ചല്ല, സെല്ലിംഗ് പ്രൈസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പർച്ചേസിന്റെ എമൗണ്ട് കഴിഞ്ഞ വർഷം അതേപോലെ ആയിരിക്കണം ഈ വർഷം എന്നല്ല, പർച്ചേസ് പ്രൈസിനെ കുറിച്ചിട്ടാണ്. ഇവിടെ പർച്ചേസ് അതുപോലെ തന്നെ സെയിൽസ്, അതിന്റെ കോസ്റ്റുകൾ, അതിന്റെ സെല്ലിംഗ് പ്രൈസുകളൊക്കെ കൂടുന്നും കുറയുന്നൊക്കെ ഉണ്ട്. ഈ ഒരു സംഭവിച്ചത് കൊണ്ട് കഴിഞ്ഞ വർഷത്തെ ജി പി ആർ ബ്ലൈൻഡ്ലി കൂടുന്ന ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യം ക്ലിയർ ആണ്, ക്വസ്റ്റ്യൻ ജി പി റേറ്റ് ഇല്ല. അത് കാണാൻ വേണ്ടി സാധാരണ പോലെ വർക്കിംഗ് നോട്ട് ത്രൂ മെമ്മറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടിന് ട്രേഡിംഗ് അക്കൗണ്ട് വരച്ച് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും, ജി പി റേറ്റ് കാൽക്കുലേറ്റ് ആസ് യൂഷ്വൽ നമുക്ക് എന്ത് കാണാം, ജി പി റേറ്റ് കാണാൻ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ കണ്ടെത്തിയ ജി പി ആർ ഡയറക്ട്ലി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുക? അപ്ലൈ ചെയ്യാം, അതിലേക്ക് നമുക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ കൂടുതലായിട്ട് ഇൻടേക്ക് ഒന്നും വേണ്ട, നേരെ കാമായിട്ട് ക്വയറ്റ് ആയിട്ട് പോയിട്ട് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ജി പി ആർ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഫസ്റ്റ് ഞാൻ നേരെ പോകുന്നത് വർക്കിംഗ് നോട്ട് നമ്പർ 1 കാൽക്കുലേഷൻ ഓഫ് ജി പി ആറിലേക്കാണ്. ലെറ്റ്സ് ഗോ ത്രൂ വർക്കിംഗ് നോട്ട് നമ്പർ 1 കാൽക്കുലേഷൻ ഓഫ് ജി പി റേറ്റ്. കംഫർട്ടബിൾ ആണല്ലോ, ഫൈൻ. ഓക്കെ, സോ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഇവിടെ എഴുതിയാണ് വർക്കിംഗ് നോട്ട് നമ്പർ 1, വർക്കിംഗ് നോട്ട് നമ്പർ 1 calculation of GPR. Working note number 1 calculation of GPR. നമ്മൾ എങ്ങനെ ജി പി ആർ കാൽക്കുലേറ്റ് ചെയ്യാം മക്കളെ? പ്ലീസ് എവറിബഡി. ജി പി ആർ ഇസ് ഈക്വൽ ടു ജി പി ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ക്ലിയർ ആണല്ലോടാ? ക്ലിയർ ആണല്ലോടാ? ഇതിന് ആദ്യം നമുക്ക് എന്ത് വേണം പറയും മക്കളെ? ജി പി വേണം അല്ലെ? ഫസ്റ്റ് നമുക്ക് ജി പി വേണം. നമുക്ക് ജി പി ഓൾറെഡി അറിയോ? ജി പി അറിയത്തില്ല, പക്ഷെ നമുക്ക് എന്തറിയാം പറയും മക്കളെ? എന്തറിയാം? നമുക്ക് സെയിൽസ് അറിയാം അല്ലെ? സോ നമുക്ക് അറിയുന്ന കാര്യം എന്ത് ചെയ്യുക, ആദ്യം അവിടെ എഴുതിയേക്കുക. അവിടെ നമുക്ക് സെയിൽസ് ഓൾറെഡി അറിയാം. സെയിൽസ് എത്രയാണ് മക്കളെ? സെയിൽസ് ഇസ് ഈക്വൽ ടു 1,20,000 അല്ലേ? സോ ഇസ് ഈക്വൽ ടു, എനിക്ക് എത്ര ജി പി എന്നറിയില്ല, ഞാൻ അതവിടെ വെക്കുകയാണ്. ഇസ് ഈക്വൽ ടു ഇൻറ്റു എത്ര, ഡിവൈഡഡ് ബൈ 1,20,000 ഇൻറ്റു 100 വിൽ ഗെറ്റ് യു എ ജി പിയുടെ പെർസെൻറ്റേജ്. ആൻഡ് ബിഫോർ ദാറ്റ് എനിക്ക് എന്ത് വേണം? ജി പി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എഴുതി കൊടുത്താൽ മതി. അതുക്ക് ഐ നീഡ് ടു പ്രിപ്പയർ ലാസ്റ്റ് ഇയർ ട്രേഡിംഗ് അക്കൗണ്ട്. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ നിന്നും എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം പറയും മക്കളെ? ജി പി കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ, ഫൈൻ. ഓക്കെ, ഒരു കുട്ടി ട്രേഡിംഗ് അക്കൗണ്ട് മതി. എൻ്റെ കൂടെ തന്നെ ചെയ്തോളൂ കേട്ടോ മക്കളെ, എൻ്റെ കൂടെ തന്നെ ചെയ്യൂ കേട്ടോ. ഒരു കുട്ടി ട്രേഡിംഗ് അക്കൗണ്ട് മതി നമുക്ക്. കാരണം നമുക്കറിയാം ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, ആകെ ഈ ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും ക്ലോസിംഗ് സ്റ്റോക്കും സെയിൽസും മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് ട്രേഡിംഗ് അക്കൗണ്ട് for the year ended 31st December 2012. ഓക്കെ അല്ലേ? പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് കൂടെ വരച്ചോളിട്ടാ. പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്
ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സിംപ്ലി ഡാറ്റ എന്ത് ചെയ്യാം, പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. ദ ഫസ്റ്റ് ഇൻഫർമേഷൻ വിൽ ബി ഓപ്പണിംഗ് സ്റ്റോക്ക്. തന്നിട്ട് ക്വസ്റ്റ്യനിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്തിടുക. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിടുക. എത്രയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നുള്ളത്? 40,000. ടിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇൻഫർമേഷൻ നമുക്ക് വേണ്ടത് പർച്ചേസസ് ആണ്. അപ്പൊ ഈ ഒരു ഇയറിൽ സംഭവിച്ചിട്ടുള്ള പർച്ചേസസ് അത് ക്വസ്റ്റ്യനിലുണ്ട്. അതേപോലെ തന്നെ ജസ്റ്റ് കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യുക. വിച്ച് ഇസ് ഈക്വൽ ടു 80,000. കംഫർട്ടബിൾ. ആസ് വെൽ ആസ് നമുക്ക് സെയിൽസും തന്നിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് എടുത്തിടുക. എത്ര സെയിൽസ് പറയും മക്കളെ? സെയിൽസ് ഇസ് ഈക്വൽ ടു 1,20,000. ഓൾസോ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. ക്ലോസിംഗ് സ്റ്റോക്ക് which is equal to how much everybody? 60,000. Just total ചെയ്യാം. Here it is 1,80,000. Here also എത്ര മക്കളെ? 1,80,000. പിന്നെ ഈ ഒരു സൈഡ് കൂട്ടുമ്പോൾ നമുക്ക് എത്ര തന്നെ കിട്ടുന്നുണ്ട്? 1,80,000. പക്ഷെ ഈ ഒരു സൈഡ് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. ദർ ഇസ് എ ഡിഫറൻസ്. അപ്പൊ എത്ര ഡിഫറൻസ്? 60,000. അല്ലേടാ? അല്ലേടാ? ഈ 60,000 ആണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ്. ഈ ഓൾ കംഫർട്ടബിൾസ് ആ എവ്രിബഡി? യെസ്. സോ ഹിയർ നമുക്ക് ജി പി കിട്ടി. നമുക്ക് നേരെ ഇവിടെ കൊണ്ട് ജി പി അപ്ലൈ ചെയ്യാം. ഇറ്റ് ഇസ് 60,000 ഡിവൈഡഡ് ബൈ 1,20,000 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു പറയും മക്കളെ 50%. Am I right, sir? Am I right, sir? Everybody, please. ഓക്കെ ആണല്ലോ. സോ 1,80,000 ടോട്ടലിന് 1,20,000 കോസ്റ്റ് അപ്പോൾ 60,000 പ്രോഫിറ്റ് കിട്ടി. ഈ ജി പി നമ്മൾ നേരെ കൊണ്ട് ഇവിടെ അപ്ലൈ ചെയ്ത് മക്കളെ പ്രോഫിറ്റ് ജി പി അപ്ലൈ ചെയ്തു. നേരെ നമുക്ക് എന്ത് കിട്ടി? 50% കിട്ടി. ക്ലിയർ? എവ്രിബഡി ക്ലിയർ? ഓക്കെ. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ 50% ജി പി ഇല്ലേ, നമുക്ക് കണ്ടെത്തിയില്ല 50% ജി പി, ഇത് നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ സാധാരണ പോലെ തന്നെ സ്റ്റെപ്പ് നമ്പർ 1, സ്റ്റെപ്പ് നമ്പർ 2, സ്റ്റെപ്പ് നമ്പർ 3 തന്നെ ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 1ലേക്ക് പോവാം. നേരെ ഞാൻ സ്റ്റെപ്പ് നമ്പർ 1ലേക്ക് പോവാണ്. അവിടുന്ന് ഡെവലപ്മെന്റിൽ നമുക്ക് ഡിസ്കഷൻസും ഡെവലപ്പ് ചെയ്യാം. ദെൻ യു വിൽ ഗെറ്റ് ക്ലാരിറ്റി. കംഫർട്ടബിൾ? ഫൈൻ. ഓക്കെ. സോ ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്, ഈ സെയിം പരിപാടി വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. 1 മിനിറ്റ്. ഓക്കെ. സോ വി ആർ ഗോ ത്രൂ സ്റ്റെപ്പ് നമ്പർ 1 ഫസ്റ്റ്. സോ നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. സ്റ്റെപ്പ് 1. ഓക്കെ. calculation of value of stock on the date of hire. So here we are preparing നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യുക പറയും മക്കളെ? മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്. മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ എവിടെ മുതൽ എവിടെ വരെ ഉണ്ട് പ്രിപ്പയർ ചെയ്യാം മക്കളെ? 1st January 2013 ടു എന്ന ഡേറ്റ് ഓഫ് ഫയർ ക്വസ്റ്റ്യൻ തന്നിട്ടല്ലേ? പ്ലീസ് എവരിബഡി റീഡ് ദ ക്വസ്റ്റ്യൻ. എന്താന്നുള്ളത് 15th September 2013 അല്ലേ? സോ ഇറ്റ് ഈസ് 15th September 2013. സോ ഈ ഒരു പീരീഡിലാണ് ആക്ച്വലി എന്ത് സംഭവിച്ചത്? ഈ ഒരു പീരീഡിലാണ് നമ്മൾ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഫൈൻ. സോ നമുക്ക് അറിയുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ആദ്യം എന്ത് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്യുക. ബിഫോർ ദാറ്റ് നമുക്ക് ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. സോറി, ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ല. പർട്ടിക്കുലേഴ്സ്. ഓക്കെ, ചെയ്യല്ലേ. ഫസ്റ്റ് ഐറ്റം വിൽ ബി ഓപ്പണിംഗ് സ്റ്റോക്ക്. തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, നമുക്ക് നേരെ വരക്കാം, എഴുതി കൊടുക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യൻ അവൈലബിൾ ആവുന്നത്? പ്ലീസ് എവരിബഡി, ഈ ക്വസ്റ്റ്യനിലുള്ളത് 60,000. പിന്നെ ഈ ഒരു ഡ്യൂറേഷനിൽ പർച്ചേസസ് ഉണ്ട്. നമുക്ക് അതേപോലെ തന്നെ എന്ത് ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്യാം. പർച്ചേസസ് വന്നിട്ട് 1,76,000. അതുപോലെ ഈ ഒരു ഡ്യൂറേഷനിൽ വരുന്ന സെയിൽസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യാം. സെയിൽസ് ഇസ് ഈക്വൽ ടു എത്ര മക്കളെ? 2,10,000.
പിന്നെ നമുക്ക് ഇവിടെ എന്ത് വേണം? ക്ലോസിംഗ് സ്റ്റോക്ക് വേണം. ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് എന്ത്? വാല്യൂ ഓഫ് സ്റ്റോക്ക് ഓൺ ദ ഡേറ്റ് ഓഫ് ഫയർ എന്ന് പറഞ്ഞ പരിപാടി. കംഫർട്ടബിൾ. ഓക്കെ, ഹിയർ. ഇനി നമുക്ക് ഇവിടെ എന്ത് വേണം? ജി പി വേണം. നോർമൽ സിറ്റുവേഷൻസിൽ ശ്രദ്ധിച്ചിട്ടോ, നോർമൽ സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെ ജി പി കാണുന്ന അറിയോ? നമ്മൾ നേരെ വന്നിട്ട് 2,10,000 ഇൻറ്റു എത്ര ജി പി റേറ്റ് നമ്മൾ കണ്ടെത്തിയത്? 50/100. അത് നേരെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതും. എന്നിട്ട് നേരെ എന്ത് ചെയ്യുക? ഇവിടുന്ന് നേരെ കൂട്ടി രണ്ട് സൈഡും എഴുതി നേരെ ഇവിടെ എഴുതി ഒരു ഡിഫറൻസ് എഴുതി. ആ ഡിഫറൻസ് ആണ് എന്ത് പറയും? ക്ലോസിംഗ് സ്റ്റോക്ക്. ദാറ്റ് ഈസ് വാല്യൂ ഓഫ് സ്റ്റോക്ക് ഓൺ ദ ഡേറ്റ് ഓഫ് ഫയർ. ഇങ്ങനെയല്ലേ നമ്മൾ പൊതുവേ ചെയ്യുക മക്കളെ? ഇങ്ങനെയല്ലേ നമ്മൾ പൊതുവേ ചെയ്യുക? ഇവിടെയും ഇങ്ങനെ ചെയ്യാൻ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പർച്ചേസ് പ്രൈസ് 10% കൂടിയതുകൊണ്ടും സെയിൽസ് പ്രൈസ് 5% കൂടിയതുകൊണ്ടും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ സെയിം ജി പി ആർ അല്ലേ കഴിഞ്ഞ വർഷത്തെ, അത് ഇവിടെ കൊടുന്ന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ മെയിൻ റീസൺ എന്താണ്? കഴിഞ്ഞ വർഷത്തെ പർച്ചേസിന്റെ കോസ്റ്റ് ഈ വർഷത്തെ പർച്ചേസിന്റെ കോസ്റ്റ് 10% കൂടി. കഴിഞ്ഞ വർഷത്തെ സെയിൽസിന്റെ കോസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസിൽ നിന്നും ഈ വർഷം 5% കൂടി. ഇത് കൂടിയത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്? അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾ തിങ്ക് ചെയ്തൊക്കെ ആലോചിച്ചൊക്കെ. ഈ 10% പർച്ചേസ് കൂടിയത് കൊണ്ടും 5% സെയിൽസ് കൂടിയത് കൊണ്ടാണ് ഈ ജി പി ആർ അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെയാണെങ്കിൽ ഈ 50% ജി പി ആർ ഈ സിനാരിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ജി പി ആർ അപ്ലൈ ചെയ്യാൻ പറ്റും. എപ്പോ? ഈ പർച്ചേസ് 10% കൂടിയിട്ടില്ലായിരുന്നു എങ്കിൽ, ഈ സെയിൽസ് 5% കൂടിയിട്ടില്ലായിരുന്നു എങ്കിൽ എനിക്ക് ഈ ജി പി ആർ 50% എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം പർച്ചേസ് കോസ്റ്റും സെയിൽസ് പ്രൈസും കൂടിയതുകൊണ്ടാണ്. അപ്ലൈ ചെയ്യാൻ പറ്റും പർച്ചേസ് പ്രൈസും സെയിൽസ് കോസ്റ്റും കൂടിയിട്ടില്ലെങ്കിൽ. അങ്ങനെയാണെങ്കിൽ എനിക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കൂടിയിട്ടില്ലായിരുന്നു എങ്കിൽ പറ്റും. കൂടിക്കഴിഞ്ഞാൽ പറ്റൂല, കൂടിയിട്ടില്ലായിരുന്നെങ്കിൽ പറ്റും. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇതേപോലെ കൂടിയിട്ടില്ലായിരുന്നെങ്കിൽ എന്നല്ലേ പറഞ്ഞേ, അപ്പൊ കൂടാത്തൊരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ഇതേ മെമ്മോ ട്രേഡിംഗ് അക്കൗണ്ട് ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് കൂടിയിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയത് കുറച്ചാ പോരെ, അത് കുറച്ച് ഞാൻ കൂടിയിട്ടില്ലെങ്കിൽ കാണാലോ, അതിൽ കൊണ്ട് അപ്ലൈ ചെയ്യും. അതിനൊരു ലോജിക് കിട്ടും, ആ ലോജിക് ഒന്ന് അപ്ലൈ ചെയ്യും. കംഫർട്ടബിൾ, ഫൈൻ. അപ്പൊ ഞാൻ ഇതേപോലെ ഒന്നും കൂടി ഒരു മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാണ്. കാരണം ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യാത്തതിന്റെ മെയിൻ റീസൺ ഞാൻ പറഞ്ഞു. അപ്ലൈ ചെയ്യാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞത്, ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ പർച്ചേസ് പ്രൈസും സെയിൽ പ്രൈസും കൂടിയിട്ടുണ്ട്. അത് കൂടിയിട്ടില്ലായിരുന്നു എങ്കിൽ എങ്ങനെയാണ് എന്നുള്ള നമ്മൾ ഡിസ്കഷനിലേക്ക് വന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. മിനിറ്റ് ഒന്ന് പറ്റി. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാനിവിടെ ഈ പർച്ചേസ് പ്രൈസ് 2,10,000 എടുത്തു കഴിഞ്ഞാൽ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് ജി പി ആർ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പർച്ചേസും സെയിൽസും ഇതേ ഫിഗറിന് എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും എപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് 10% കൂടിയിട്ടില്ലായിരുന്നെങ്കിൽ, സെയിൽസ് 5% കൂടിയിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. ഒരു ട്രിക്കിയർ ഇല്ലുസ്ട്രേഷൻ ആണ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിനെ വലിയ രൂപത്തിൽ എടുക്കും വേണ്ട. മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ പർച്ചേസ് 10% കൂടിയിട്ടില്ലായിരുന്നു എങ്കിൽ പറഞ്ഞാൽ, ഇവിടെ ഇപ്പൊ എത്ര പർച്ചേസ് ഉള്ളത്? 1,76,000 അല്ലേ? ഈ 1,76,000 എന്ന് പറഞ്ഞാല് കഴിഞ്ഞ വർഷത്തെ ലെവലിൽ നിന്നും 10% കൂടിയതല്ലേ? അപ്പൊ കഴിഞ്ഞ വർഷത്തെ ആ ലെവൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റുക? ഈ 10% കുറച്ചാൽ പോരെ? നേരെ 10% കുറച്ചാൽ കിട്ടുമോ? അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അതൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. സാർ അങ്ങനെയല്ല, നേരെ 10% കുറച്ചാൽ അത് കിട്ടില്ല. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 1,76,000 പ്രത്യേകത കഴിഞ്ഞ വർഷത്തെ പോലെയാണ് കാര്യങ്ങളെങ്കിൽ അതിൽ നിന്നും 10% കൂടിയതാണ്. അതുകൊണ്ടാണ് നമുക്ക് 50% ജി പി ആർ അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. അതേസമയം ഈ 10% കൂടിയിട്ടില്ലായിരുന്നു എങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അത് കുറയ്ക്കുക ഞാൻ ചെയ്യുന്നത്. അത് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ചെയ്യാം. 1,76,000, 1 lakh calculator, please everybody do it along with me. 1,76,000 divided by 110%. 110%. Then you will get എത്ര? ഇതവിടെ കാണേണ്ടത് എത്ര? 1,60,000. ക്ലിയർ ആണല്ലോ? 1,60,000. സോ പർച്ചേസ് വിൽ ബി എത്ര? 1,60,000. ആക്ച്വലി 1,60,000 ആണോടാ ഈ വർഷത്തെ പർച്ചേസ്? അല്ലെങ്കിൽ ഈ ഒരു മെമ്മോറാണ്ടം പീരീഡിലെ പർച്ചേസ് 160 ആണോ? അല്ല. ആ അണ്ടർസ്റ്റാൻഡിംഗിൽ വരരുത് സാറേ. ദിസ് ഇസ് എ ഫിക്ഷൻ, റൈറ്റ്? സോ റിയലി ദിസ് ഇസ് മൈ പർച്ചേസ് വിച്ച് ഇസ് ഇക്വൽ ടു 1,76,000.
ദിസ് ഇസ് 1,76,000. ദിസ് മൈ പർച്ചേസ് ആക്ച്വലി. ബട്ട് ദ സെയിം ടൈം ഇവിടെ നമുക്ക് തന്നിട്ടുള്ള 1,60,000 എന്ന് പറഞ്ഞാൽ 10% കൂടിയതാണ്. അത് 10% കൂടിയത് തന്നെയാണ് ഈ വർഷത്തെ പർച്ചേസ്. പക്ഷെ നമുക്ക് അതിൽ GPR അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ GPR അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം, കഴിഞ്ഞ വർഷത്തെ പോലെ ആക്കാൻ വേണ്ടി മാത്രം ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാനാണ് ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നത് മക്കളെ, ഈ പർച്ചേസിന് അത് എമൗണ്ട് കുറയ്ക്കുന്നത്. ദാറ്റ് ഡസൻ മീൻ ഒരിക്കലും തന്നെ പർച്ചേസ് 1,60,000 അല്ല. ഈ 160 അല്ല ആക്ച്വലി പർച്ചേസ്, അത് വേറെ തന്നെയാണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം. ഹോപ്പ് യു ക്ലിയർ സാർ എവരിബഡി? ഷുവർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 160 ഞാൻ അവിടെ എഴുതി കൊടുത്തു, നമുക്ക് നേരെ സെയിൽസ് ചെയ്താൽ. സോ സെയിൽസ് ചെയ്യുന്ന സമയത്ത് സെയിൽസ് നമുക്ക് ക്വസ്റ്റൻ തന്നിട്ടുണ്ട് 2,10,000 ആണ്. ഇനി കൂടുതൽ വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല, നേരെ നമുക്ക് ഡീൽ ചെയ്യാം. 2,10,000 ഡിവൈഡ് ബൈ 105%. സോ നമുക്ക് നേരെ കാൽക്കുലേറ്റർ എടുക്കുക, ഡീൽ ചെയ്യുക. 2,10,000 ഡിവൈഡ് ബൈ എവരിബഡി പ്ലീസ് 105%, വിച്ച് ഇസ് ഈക്വൽ ടു 2 lakh. എവരിബഡി പ്ലീസ് കാണുന്നുണ്ടാവും 2 lakh. ഓക്കെ, നേരെ 2 lakh. ഇപ്പൊ പർച്ചേസ് 10% കൂടാതെ സെയിൽസ് 5% കൂടാത്ത ഫിഗർ എന്നല്ലേ. സോ ഈ ഫിഗറിനോട് കൂടി നമുക്ക് ഈസി ആയിട്ട് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും മക്കളെ? GPR. സോ ഇവിടെ നമുക്ക് GPR അപ്ലൈ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് പോസിബിൾ ആക്ച്വലി. ഐ ഹോപ്പ് യു ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദ പോയിന്റ്സ്. എവരിബഡി പ്ലീസ്. ഫൈൻ, പെർഫെക്റ്റ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ GPR അപ്ലൈ ചെയ്യാം. ദിസ് ഇസ് നോട്ട് 2,10,000, 50%, വിച്ച് ഇസ് 2 lakh into 50%. ഹോപ്പ് യു ക്ലിയർ? യെസ് ഓഫ് കോഴ്സ്, വിച്ച് ഇസ് ഈക്വൽ ടു 1 lakh. ഹിയർ നമ്മൾ സാധാരണ പോലെ എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഇറ്റ് ഈസ് 60,000 plus 1 lakh. 60,000 is equal to 2 lakh. 20,000 plus 1 lakh is equal to 3,20,000. ഞാൻ രണ്ട് സൈഡിലും എഴുതിയാണ് 3,20,000. മൈനസ് ചെയ്യുന്നു, then I am getting 1,20,000. സോ ഇതാണ് എന്ത് പറയും മക്കളെ? ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇനി എന്റെ കാര്യം ഇതാണ്, നമ്മൾ GPR അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പ്രിപ്പയർ നമ്മളിപ്പോൾ എന്ത് കണ്ടെത്തിയതൊക്കെ, ഈ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടെത്തിയൊക്കെ. ഇതാണോ ക്ലോസിംഗ് സ്റ്റോക്ക്? അല്ല. എന്താ സാർ അങ്ങനെ പറഞ്ഞു? ഇതെല്ലാം ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന്. കാരണം ഇതെല്ലാം ഈ 1,20,000 അല്ല നിലവിലെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയാനുള്ള കാരണം ഇതല്ല പർച്ചേസ്. 160 അല്ല പർച്ചേസ്. 2 lakh അല്ല സെയിൽസ്. ആണോടാ? 1,60,000 ആണോടാ ഈ ഒരു ഡ്യൂറേഷനിലെ പർച്ചേസ്? അല്ല. 2 lakh ആണോടാ ഈ പീരീഡിലെ സെയിൽസ്? അല്ലടാ. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് GPR അപ്ലൈ ചെയ്യാനല്ലേ, നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടടാ. നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് ഇവിടെ ആൻസർ ഉണ്ടാക്കണമല്ലോ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായ മക്കളെ? ഓഫ് കോഴ്സ് ഷുവർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 120 അല്ല ക്ലോസിംഗ് സ്റ്റോക്ക്. ബട്ട് ഇറ്റ് ഇസ് ക്ലിയർ. ഈ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഓരോ പോയിന്റ്സും നിങ്ങൾക്ക് എന്താണെന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ബ്യൂട്ടിഫുൾ മനസ്സിലാവും. കാരണം ഓരോന്നിനും ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് വേണം. സോ ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് വിൽ മേക്ക് യു ഹാപ്പി. നമുക്ക് ആ ഹാപ്പിനെസ് ആണ് വേണ്ടത്. ഓരോ പ്രോബ്ലം ആഫ്റ്റർ പ്രോബ്ലം വി നീഡ് സച്ച് ആൻ എമൗണ്ട് ഓഫ് ഹാപ്പിനെസ് ഇൻ മൈൻഡ്. അത് കിട്ടുന്നതോടെ നമുക്ക് കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ബൈ എവറി വേർഡ് ബൈ വേർഡ് ഐ എം ഡിസ്കസിങ് ചെയ്യുക. ഐ ഹോപ്പ് യു ക്ലിയർ സാർ? യെസ് സാർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുള്ളത് 1,20,000. നമ്മൾ കണ്ടെത്തിയത് 1,20,000 ആണ്. ഇതാണോ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലല്ല. ഇത് ഈ ഡാറ്റ പ്രകാരമുള്ള ക്ലോസിംഗ് സ്റ്റോക്ക്. ഏത് ഡാറ്റ പ്രകാരമുള്ള പർച്ചേസ് 160 ആവുന്നത്, സെയിൽസ് 2 lakh ആവുന്ന ഡാറ്റ പ്രകാരമുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? GPR അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളുടെ ഐഡിയോളജി ഇതാണ് സാറേ, 1,60,000 അല്ല പർച്ചേസ്, 1,76,000 ആണ്. അങ്ങനെയാണെങ്കിൽ 1,20,000 അല്ല ക്ലോസിംഗ് സ്റ്റോക്ക്, അതിലും മേലെയാണ്. അതിലും മേലെയാണ് സാർ എന്താ ഉദ്ദേശിച്ചത്? സിമ്പിൾ. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചോക്ക്. അതായത് എടാ, ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫിഗർ എങ്ങനെയാ വന്നത് ബിസിനസ്സിലേക്ക്? ഇന്ന് ഓടി വന്നതാണോ ക്ലോസിംഗ് സ്റ്റോക്ക്? അവിടുന്ന് ആകാശത്ത് പറന്ന് വന്നോ ക്ലോസിംഗ് സ്റ്റോക്ക്? അല്ല. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഒരു ഐറ്റം വരുന്നത് ഇന്ന് ജനറേറ്റ് ചെയ്യുന്നതല്ല ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മളുടെ കയ്യിൽ ആദ്യമുണ്ടായിരുന്ന സ്റ്റോക്ക്, അതിനോട് കൂടി ഈ വർഷത്തിൽ നമ്മൾ കുറേ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. 1,76,000 റുപ്പീസിന്റെ ഗുഡ്സ് നമ്മൾ ബൈ ചെയ്ത 1,76,000 ഗുഡ്സ്, അതിൽ കുറേ ഗുഡ്സ് നമ്മൾ പറയും മക്കളെ സെല്ല് ചെയ്യാതെ ബാക്കി വന്ന ഗുഡ്സ് ആണ് എവിടെ വന്നത്? ക്ലോസിംഗ് സ്റ്റോക്കിൽ വന്നത്. അപ്പൊ നമ്മളുടെ കയ്യിലുള്ളത് നമ്മൾ പിന്നീട് വാങ്ങിയത് വിറ്റിട്ടില്ലെങ്കിൽ, നശിച്ചു പോയിട്ടില്ലെങ്കിൽ അതെവിടെ വരും? ക്ലോസിംഗ് സ്റ്റോക്കിൽ. സാറേ അപ്പൊ 1,20,000 ആണോ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ? 1,20,000 അല്ല ക്ലോസിംഗ് സ്റ്റോക്ക്. അത് കഴിഞ്ഞ വർഷത്തെ ഡാറ്റ പ്രകാരമുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് 1,20,000. ഈ വർഷത്തെ ഡാറ്റ പ്രകാരമുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എടാ, ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എവിടുന്നാ വന്നതെന്നറിയോ? ഈ വർഷത്തെ പർച്ചേസ് വാങ്ങിയതിൽ നിന്നും വിൽക്കാതെ ബാക്കി വന്നതല്ലേ ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ വർഷം വാങ്ങിയ 1,76,000 നിന്നും
വിൽക്കാതെ ബാക്കി വന്ന ഗുഡ്സ് അല്ലേ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ഈ 1,20,000 എന്ന് പറഞ്ഞത് മക്കളെ? അതെ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ 1,20,000 ഈ ഡാറ്റ പ്രകാരം കണ്ടെത്തിയല്ല. ഈ ഡാറ്റ പ്രകാരം കണ്ടെത്തിയല്ലേ? ഈ ഡാറ്റന്റെ പ്രത്യേകത എന്താണ്? പർച്ചേസ് 10% കുറച്ചതാണ്. പക്ഷെ ഈ വർഷം പർച്ചേസ് 10% കഴിഞ്ഞ വർഷം കൂടിയതല്ലേ? അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഡാറ്റ പ്രകാരം കണ്ടെത്തിയ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ഇത്. ഈ വർഷത്തെ ഡാറ്റന്റെ പ്രത്യേകത കഴിഞ്ഞ വർഷത്തെ പർച്ചേസിന്റെ ലെവലിൽ നിന്നും 10% കൂടിയതാണ് അല്ലേ? 1,60,000 പ്ലസ് നോക്കി നോക്കി 1,60,000 പ്ലസ് 10% ഈസ് ഈക്വൽ ടു 1,72,000 അല്ലേ മക്കളെ? 1,76,000 അല്ലേ? അല്ലേ? അപ്പൊ കഴിഞ്ഞ വർഷത്തെ പർച്ചേസിന്റെ ലെവലിൽ നിന്ന് 10% കൂടിയില്ലേ? അപ്പൊ ഈ വർഷത്തെ പർച്ചേസിൽ നിന്നല്ലേ ഈ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ബാക്കി വരുന്നത്? ഈ വർഷത്തെ പർച്ചേസ് ചെയ്തത് വിൽക്കാതെ ബാക്കി വന്നതല്ലേ ക്ലോസിംഗ് സ്റ്റോക്കിൽ വന്ന്? ഈ വർഷത്തെ പർച്ചേസിന്റെ പ്രത്യേകത എന്താണ്? കഴിഞ്ഞ വർഷത്തെ പർച്ചേസിൽ നിന്നും 10% കൂടിയതാണ്. നിങ്ങൾ 160 എടുക്കുമ്പോൾ നിങ്ങളുടെ ക്ലോസിംഗ് സ്റ്റോക്ക് 1,20,000 ആണ്. പക്ഷെ നിങ്ങളുടെ പർച്ചേസ് 176 ആണെങ്കിൽ നിങ്ങളുടെ ക്ലോസിംഗ് സ്റ്റോക്ക് 1,20,000 അല്ല, ഇറ്റ് ഈസ് 1,20,000 പ്ലസ് 10% ബിക്കോസ് കഴിഞ്ഞ വർഷത്തെ പർച്ചേസിന്റെ ലെവലിൽ നിന്നും 10% ഈ വർഷം കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പർച്ചേസ് 160 ആണ്, ഇവിടെ 1,76 ആണ്. കഴിഞ്ഞ വർഷം 1,20,000 ആണെങ്കിൽ ഇവിടെ 1,20,000 അല്ല, അതിനെക്കാട്ടി കൂടും. കാരണം പർച്ചേസ്ഡ് ഗുഡ്സ് ആണ് എവിടെ വരിക? ക്ലോസിംഗ് സ്റ്റോക്കിൽ വരിക. ദാറ്റ്സ് എ റിയൽ സിമ്പിൾ അണ്ടർസ്റ്റാൻഡിങ് ഓപ്ഷൻ. ക്ലിയർ സർ? യെസ് സർ. ദാറ്റ്സ് എ റിയൽ കോൺസെപ്റ്റ് ബിഹൈൻഡ് ദ എന്താ പറയുക ക്വസ്റ്റ്യൻ ആൻഡ് സൊല്യൂഷൻ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഹിയർ ഇറ്റ് ഈസ് 1,32,000. ഇത്രയേ ഉള്ളൂ. 2,10,000 പ്ലസ് ഇനി സാധാരണ പോലെ ചെയ്യാം. ഇപ്പൊ നമുക്ക് കാര്യങ്ങൾ പെർസ്പെക്റ്റീവ്സ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇല്ലസ്ട്രേഷൻ ചെയ്ത് പോകാം. 2,10,000 പ്ലസ് ഇത്ര മക്കളെ 1,32,000 ഇസ് ഈക്വൽ ടു 3,42,000. So here it is 3,42,000 minus 60,000 minus 1,76,000. Now you are getting 1,06,000. This is GP. ഇനി നമുക്ക് GPR ഒന്നും കാണണ്ട. GPR ഒന്നും കണ്ടിട്ട് വലിയ കാര്യം നമുക്കില്ല. നമ്മൾ GPR കാണുന്നത് തന്നെ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആക്ച്വലി GPR നമ്മൾ ഇനിയിപ്പോൾ ഈ 1,06,000 ഡിവൈഡ് ബൈ 2,10,000 ഒക്കെ ചെയ്ത ചെറിയൊരു വ്യത്യാസം 50.476 വ്യത്യാസം, ചെറിയൊരു എമൗണ്ടിന്റെ വ്യത്യാസം മാത്രമല്ലെങ്കിലും നിങ്ങൾ മറ്റൊരു രൂപത്തിൽ തെറ്റ് ചെയ്താലും വരിക. പക്ഷേ നമുക്കൊരു റിയൽ ആൻസറിലേക്ക് ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കോൺസെപ്റ്റുകൾ അപ്ലൈ ചെയ്ത് ഇതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ക്ലിയർ ആൻസർ. I hope you clear, sir, everybody, please. മനസ്സിലാവുന്നുണ്ടല്ലോടാ? ഓക്കെ, ഇനി നമുക്ക് നേരെ ഒന്നുമില്ലടാ. വാല്യൂ ഓഫ് സ്റ്റോക്ക് ഓൺ റേറ്റ് ഓഫ് ഫയർ കിട്ടിയിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 1,32,000. നമുക്ക് നേരെ അടുത്ത സ്റ്റെപ്സിലേക്ക് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം. സോ അത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. സോ വിൽ മൂവ് ടു ദ അനദർ സ്റ്റെപ്സ്. സ്റ്റെപ്പ് നമ്പർ 3, സോറി സ്റ്റെപ്പ് നമ്പർ 2. സ്റ്റെപ്പ് 2 എന്താണ്? കാൽക്കുലേഷൻ ഓഫ് actual loss. So it is calculation of actual loss. സോ നമുക്ക് എന്തൊക്കെയാണ് എടുക്കല്? വാല്യൂ ഓഫ് സ്റ്റോക്ക് ഓൺ ദി ഡേറ്റ് ഓഫ് ഫയർ. നിങ്ങളിങ്ങനെ ഒന്നും എഴുതരുത്, നിങ്ങൾ കറക്റ്റായിട്ട് എഴുതണേ. ഞാൻ കുറച്ച് മടിയുള്ളതാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1,32,000. നിങ്ങൾ സൊല്യൂഷനിൽ എഴുതിയത് കാരണം ഇതൊരു ആക്സെപ്റ്റഡ് അബ്രീവിയേഷൻ അല്ല ഞാൻ എടുക്കുന്നത്. മൈനസ് സാൽവേജ് വാല്യൂ, മൈനസ് സാൽവേജ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ റെസിഡ്വൽ വാല്യൂ, വട്ടവ തന്നെയും നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ അസൈൻ ചെയ്യാം. ഒന്നൊരു പ്രോബ്ലം ഉള്ള കാര്യമേ ഇല്ല. കംഫർട്ടബിൾ ആണല്ലോ. ഹിയർ നമുക്ക് വന്നിട്ട് എത്ര എമൗണ്ട് വരിക എന്ന് പറയും മക്കളെ? 4,000 അല്ലേ? സാൽവേജ് വാല്യൂ 4,000 അല്ലേ? മൈനസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 1,28,000. യു ഓൾ ക്ലിയർ? ഇനി ഈ ഒരു ഇല്ലസ്ട്രേഷനിലേക്ക് വരുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ എവിടെയും നമുക്ക് എന്ത് തന്നിട്ടില്ല? പോളിസി വാല്യൂ തന്നിട്ടില്ല. അതുകൊണ്ട് ക്ലെയിം ഇസ് ഈക്വൽ ടു, സിംപ്ലി ക്ലെയിം ഇസ് ഈക്വൽ ടു, മറ്റേതുണ്ടെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. ഇവിടെ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ തരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ക്ലെയിം ഇസ് ഈക്വൽ ടു എത്രയെന്ന് പറയാം? 1,28,000 എന്ന് പറയാൻ പറ്റും. ഐ ഹോപ്പ് യു ക്ലിയർ, സർ, എവരിബഡി പ്ലീസ്. മനസ്സിലായല്ലോ? ദാറ്റ്സ് ഹൗ വി ഡു സ്റ്റെപ്പ് നമ്പർ 1. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 2 ആൻഡ് സ്റ്റെപ്പ് നമ്പർ 3. ബിഫോർ ദാറ്റ് ഫസ്റ്റ് നമ്മൾ GPR കാൽക്കുലേറ്റ് ചെയ്ത് സാധാരണ പോലെ GP റേറ്റ് കണ്ടെത്തി. ഈ GP റേറ്റ് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം പർച്ചേസും സെയിൽസും കൂടിയതുകൊണ്ടാണ്. അപ്പോൾ തൽക്കാലം ഇതിൻ്റെ അതേ ഷെയ്ഡുള്ള അതേ ഒരു മിറർ നമ്മൾ ഒന്നും കൂടി ഉണ്ടാക്കി ശേഷം നമ്മൾ നേരെ പർച്ചേസ് കൂടിയിട്ടില്ലായിരുന്നെങ്കിൽ സെയിൽസ് കൂടിയിട്ടില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ തള്ളിയിട്ട് നേരെ ഒരു പുതിയ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഒക്കെ തട്ടിക്കൂട്ടി അതിൽ കൊണ്ടിട്ട് അത് അപ്ലൈ ചെയ്ത് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടി. അപ്പോൾ ഇതാണോ
ക്ലോസിംഗ് സ്റ്റോക്ക് സാർ ഇത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് 160 ആണ് പർച്ചേസ് എങ്കിൽ സാർ ഇതെല്ലാം നമ്മുടെ പർച്ചേസ് കൂടുതലല്ലേ അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് കൂട്ടിയേരി വേറെ ഒന്നും ചെയ്തില്ലടാ പക്ഷെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല പെർസ്പെക്റ്റീവ്സും ഡിസ്കഷൻസ് ഒക്കെ ചെയ്തത് ആൻഡ് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് വെരി സിമ്പിൾ ആക്ച്വലി സോ നിങ്ങൾക്ക് നല്ല രൂപത്തിൽ മനസ്സിലായി ഉണ്ടാവുന്നതാണ് എൻ്റെ എന്താ പറയുക കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇനി ഒന്നും മനസ്സിലായില്ലെങ്കിലും അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല പറയേണ്ട ആവശ്യമില്ല ലേൺ ദ സ്റ്റെപ്സ് ഈ ഇല്ലുസ്ട്രേഷൻസിനൊക്കെ ഇത്തരത്തിൽ റീഡ്രാഫ്റ്റ് ചെയ്യാന്നല്ലാതെ വേറെ രൂപത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സോ ദാറ്റ്സ് ഇറ്റ്സ് വെരി ഈസി ആക്ച്വലി നിങ്ങൾ എന്തിനാ പേടിക്കേണ്ട ആവശ്യം നിങ്ങൾ ആദ്യം സാധാരണ പോലെ GPR കാൽക്കുലേറ്റ് ചെയ്യുക എന്നിട്ട് ആ അപ്ലൈ ചെയ്യാൻ പറ്റുമ്പോൾ സാധാരണ ഇങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക ദെൻ ഒന്നും കൂടി ഇത് കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്യുക ജസ്റ്റ് അപ്ലൈ ചെയ്യുക അവരെടുക്കുക എത്രയാണോ പർച്ചേസ് കൂടി അത് കൂട്ടി കൊടുക്കുക നേരെ ഇവിടെ എഴുതി കൊടുക്കുക അവർ ഡിഡക്ട് ചെയ്യുക ഫൈൻ ആക്ച്വലി വെരി സിമ്പിൾ ഐ ഹോപ്പ് യു ക്ലിയർലി അണ്ടർസ്റ്റുഡ് പോയിന്റ്സ് എവറിബഡി പ്ലീസ് ഓക്കെ ആണല്ലോടാ